നമസ്കാരം. പ്രധാന വാർത്തകൾ. ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുക എന്നത് സർക്കാർ നിലപാടെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. ക്ഷേത്രങ്ങളിലെ വരുമാനം സർക്കാർ ഖജനാവിലേക്കല്ലെന്നും മന്ത്രി. ജലസംരക്ഷണത്തിന്റെ ആവശ്യകത പ്രചരിപ്പിച്ച് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നീർത്തട സംരക്ഷണ യാത്ര. ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ പദ്ധതികൾ നടപ്പാക്കി. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPM ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കും. തിരുവേഗപ്പുറയിൽ പുലിയുടെ സാന്നിധ്യമെന്ന സംശയം. MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. മണ്ണാർക്കാട് കോട്ടേപ്പാടത്ത് ജനവാസ മേഖലയിൽ ഹനുമാൻ കുരങ്ങിന്റെ അസ്ഥികൂടം. പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. ഭക്തിയിൽ ആറാടിച്ച് കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ വലിയ ആറാട്ട്. ബുധനാഴ്ച പൂരം ആഘോഷിക്കും. വിശദമായ വാർത്തകളിലേക്ക്. എല്ലാ ക്ഷേത്രങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിച്ച് മുന്നോട്ടു പോവുക എന്നതാണ് സർക്കാർ നിലപാടെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ശ്രീശൈലം അന്നദാന മണ്ഡപത്തിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്ഷേത്രങ്ങളുടെ വരുമാനം സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നുവെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ക്ഷേത്രങ്ങളിലെ ആചാര അനുഷ്ഠാനങ്ങളെ സംരക്ഷിച്ച് ഭക്തജനങ്ങളുടെ താൽപ്പര്യവും മുൻനിർത്തിയാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതെന്നും വിശ്വാസങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക എന്നത് സർക്കാർ നിലപാടാണെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ക്ഷേത്രങ്ങളിലെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുക എന്നത് തന്ത്രിയുടെ അവകാശമാണ്. താന്ത്രിക വിധികളെയും ആചാരാനുഷ്ഠാനങ്ങളെയും സർക്കാർ ചോദ്യം ചെയ്യാറില്ലെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ഇതിനുള്ളിൽ പുതിയ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു, അല്ലെങ്കിൽ ശ്രീകോവിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, ഇത്തരം ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആ കാര്യത്തിൽ തന്ത്രികളുമായിട്ടാണ് ആദ്യം ആലോചിക്കുക. അവരുടെ തന്ത്രവിധി പ്രകാരം ഈ കർമ്മം ചെയ്യാൻ ഈ ക്ഷേത്രത്തിന് അനുവാദം അവരിൽ നിന്നാണ് ആദ്യം ഉണ്ടാവുക. അത് അവരുടെ അവകാശമാണ്. അതിനെ ചോദ്യം ചെയ്യാറില്ല സർക്കാർ, അതിനെ ചോദ്യം ചെയ്യാറുള്ള ദേവസ്വം കൂടും. അപ്പൊ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കുന്നതിന് താന്ത്രിക വിധി പ്രകാരം എന്തൊക്കെ നടക്കണോ അതൊക്കെ നടത്തിക്കൊണ്ടും ഒപ്പം വിശ്വാസി സമൂഹത്തിന്റെ ആശയങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുമാണ് എല്ലായ്പ്പോഴും ഈ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുക. ക്ഷേത്രങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു പൈസ പോലും സർക്കാർ ഖജനാവിലേക്ക് എടുക്കുന്നില്ല. എന്നാൽ സർക്കാരിന്റെ വരുമാനം ക്ഷേത്രങ്ങൾക്ക് നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഭക്തജനങ്ങളുടെയും അതുപോലെ ഒരുപറ്റം ആളുകളുടെയും ചില ഭക്തജനങ്ങളുടെയും തെറ്റിദ്ധാരണകൾ ഒരുപക്ഷെ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന വരുമാനങ്ങൾ ഒരുപക്ഷെ സർക്കാരിന്റെ ഖജനാവിലേക്ക് പോകുമെന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്ന ആളുകൾ ചില മാധ്യമങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഞാൻ ഈ പ്രാവശ്യത്തെ ശബരിമലത്തെ നമ്മുടെ വരുമാനം എടുക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 80 കോടി രൂപയുടെ അധിക വരുമാനം ഈ പ്രാവശ്യമുണ്ട്. ഒരു സിംഗിൾ പൈസ അതിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് ഖജനാവിലേക്കോ അല്ലെ ഗവൺമെന്റ് പ്രവർത്തനത്തിനോ എടുക്കില്ലെന്ന് മാത്രമല്ല, ഇപ്പോ 587 കോടി രൂപയാണ് മലബാർ ദേവസ്വത്തിനും തിരുവിതാംകൂർ ദേവസ്വത്തിനും മറ്റ് ദേവസ്വങ്ങൾക്കുമായി വിവിധ ഘട്ടങ്ങളിൽ സംസ്ഥാനത്തെ ഗവൺമെന്റ് ഖജനാവിൽ നോട്ടും രണ്ടും പിണറായി സർക്കാർ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത്. ഇത് കൊടുത്തപ്പോൾ നിങ്ങൾക്കറിയാം, കോവിഡ് കാലഘട്ടത്തിൽ വരുമാനമുള്ള ചില ക്ഷേത്രങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ല. അതേസമയത്ത് വരുമാനം കുറഞ്ഞ പല ക്ഷേത്രങ്ങളിലും അവിടുത്തെ കടക്കാർക്ക്, ശാന്തിക്കാർക്ക്, അതുപോലെ ശമ്പളം കൊടുക്കേണ്ട മേളക്കാർക്ക്, പക്കമേളക്കാർ, ഇങ്ങനെയുള്ളവരെല്ലാം പാവങ്ങളാണ്. അവർക്കെല്ലാം ശമ്പളം കൊടുക്കാൻ മാർഗമില്ലാതിരുന്നപ്പോൾ സംസ്ഥാന ഗവൺമെന്റാണ് അതിനുവേണ്ടി ഖജനാവിൽ നിന്ന് പണം കൊടുത്ത് ഈ ശമ്പളം എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങളുടെ വരുമാനം ഗവൺമെന്റ് എടുക്കലല്ല, മറിച്ച് ഗവൺമെന്റിന്റെ കൊടുക്കുന്ന വരുമാനത്തിൽ നിന്ന് നമ്മൾ ക്ഷേത്രങ്ങൾ കൊടുക്കലാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1.5 കോടി രൂപ ചെലവഴിച്ച് അങ്ങാടിപ്പുറം തിരുമാധാംകുന്നിൽ പൈതൃകം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാമാങ്ക സ്മാരകം പൂർത്തിയാക്കുമെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് M.R. മുരളി വിശിഷ്ടാതിഥിയായിരുന്നു. ക്ഷേത്രം തന്ത്രി PM നാരായണൻ നമ്പൂതിരി, എക്സിക്യൂട്ടീവ് ഓഫീസർ M. വേണുഗോപാൽ, മലബാർ ദേവസ്വം ബോർഡ് അംഗം K. സുധാകുമാരി, PT വിജയി, K. പ്രമോദ് കുമാർ, CC ദിനേശ്, AN ശിവപ്രസാദ്, MC കൃഷ്ണകുമാരവർമ്മരാജ, KT അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 3,38,00,000 രൂപ ചെലവഴിച്ചാണ് അന്നദാന മണ്ഡപത്തിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്ഷേത്രത്തിലെ പൂരാഘോഷം ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിലെയും അല്ലാതെയുമുള്ള എല്ലാ പ്രസാദ ഊട്ടുകളും ഇനി ഈ ഹാളിൽ വച്ചായിരിക്കും നടത്തുക. വിവാഹ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഹാളായും ഭക്തർക്ക് സൗകര്യത്തിന് ഉപയോഗപ്പെടുത്താവുന്ന ഹാളായും വേർതിരിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ദേവസ്വത്തിന് വരുമാനമാർഗം കൂടി എന്ന ബഹുമുഖ ഉദ്ദേശത്തോടു കൂടിയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 1ാം ഘട്ടമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. 2ാം ഘട്ട പ്രവൃത്തികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്.
പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നീർത്തട സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചു. തിരൂർക്കാട്ട് മഞ്ഞളാംകുഴി അലി MLA പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. പൂർത്തിയാക്കിയ 5 പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു. മികച്ച പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി നടപ്പാക്കി വരുന്ന പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയുടെ ഭാഗമായാണ് നീർത്തട സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 3ാമത് നീർത്തട സംരക്ഷണ യാത്രയാണിത്. തിരൂർക്കാട് വാവാസ് ഓഡിറ്റോറിയത്തിൽ MLA മഞ്ഞളാംകുഴി അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത് പ്രധാനമായും നമ്മളുടെ കുടിവെള്ളത്തിന്റെ ക്ഷാമം, കൃഷിക്കുള്ള വെള്ളത്തിന്റെ ക്ഷാമം ഇത് പരിഹരിക്കാനുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു സംഖ്യ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ഇതേപോലുള്ള പ്രദേശങ്ങളെല്ലാം നമ്മുടെ വളരെ വലിയ കാര്യമായിട്ട് കൊടുക്കുന്നത്. അതിലൊരു സംശയമില്ല, നമ്മുടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത്, മങ്ങാടി പഞ്ചായത്ത്, മങ്കോപ്പല്ലേ, മഴക്കാട്ടിൽ, മങ്കടപർമ്മ, മങ്കടമണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളിൽ വളരെ വലിയ കാര്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് പരമാർത്ഥമാണ്. നമുക്ക് ആർക്കും അതിൽ പിന്നെ നിശ്ചയിക്കാൻ കഴിയാത്തത്. ഓരോ നീർത്തട പ്രദേശത്തെയും മികച്ച നീർത്തട പ്രവർത്തകൻ, മികച്ച നെൽകർഷകൻ, മികച്ച ക്ഷീരകർഷകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പദ്ധതി നിർവഹണ ഏജൻസിയുടെ ചെയർമാനും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് AK മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാധാരണഗതിയിൽ ഇതേപോലെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ, പ്രത്യേകിച്ച് PMKSY പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട്, റിവിഷന് വേണ്ടി കടലാസുകൾ അയക്കരുത്, DPR അനുസരിച്ച് മുന്നോട്ട് പോവുക. DPR പറയുന്ന പ്രോജക്റ്റുകളല്ലാതെ റിവിഷൻ ആയി ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് പകരം വേറൊരു പ്രോജക്റ്റ് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് നമ്മൾ വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്കുള്ള ജലത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വലിയ കുളങ്ങളും ജലാശയങ്ങളും ഒക്കെ സംരക്ഷിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞ് അതെങ്ങനെയാണ് നാട്ടിലെ ജലവിധാനം ഉയർത്തുക എന്നുള്ളത് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തി നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നീർച്ചാലുകളും മറ്റ് നീരരുവികളും ഒക്കെ സംരക്ഷിക്കുക, അവയുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്താത്ത രൂപത്തിൽ അതിന് സഹായകരമായ നിലപാടെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ജലസംരക്ഷണ രംഗത്ത് അനിവാര്യമായ കാര്യങ്ങളാണ്. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T. അബ്ദുൽ കരീം, അങ്ങാടിപ്പുറം, പുഴക്കാട്ടിരി, കീഴാറ്റൂർ, മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരായ സയ്യിദ, ഉമ്മുക്കുൽസു, ജമീല ചാലിയത്തൊടി, നുഹ്മാൻ ഷിബിലി എന്നിവരും പെരിന്തൽമണ്ണ, മങ്കട ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, നീർത്തട കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. ഗുണഭോക്താക്കൾക്ക് കിണർ റീചാർജിങ്ങിനുള്ള പരിശീലന പരിപാടിയും ഇതോടൊപ്പം നടന്നു. പുഴക്കാട്ടിരി, വടക്കാങ്ങര നീർത്തട പദ്ധതി പ്രദേശങ്ങളിൽ പൂർത്തീകരിച്ച 5 പദ്ധതികളുടെ ഉദ്ഘാടനവും 6 പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു. തിരൂർക്കാട് AM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. അങ്ങാടിപ്പുറം ഏറാൻ തോടിന്റെ കൃഷിഭവന് സമീപമുള്ള ഭാഗം ശ്രമദാനത്തിലൂടെ ശുചീകരിച്ചു. നീർത്തട സംരക്ഷണ യാത്രയുടെ 3ാം ഘട്ട ആരംഭത്തോടുകൂടി PMKSY പദ്ധതിയുടെ 2025 വിഭാവനം ചെയ്ത പ്രവൃത്തികൾ തുടക്കം കുറിച്ചു. 2025 ഡിസംബർ മാസത്തോടെ അവസാനിപ്പിക്കേണ്ട പദ്ധതിയുടെ അവസാനഘട്ട പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നീർത്തട മേഖലകളിൽ നടന്നുവരികയാണ്. ഇതിനാവശ്യമായ അനുമതി സംസ്ഥാന പദ്ധതി നിർവഹണ ഏജൻസിയിൽ നിന്നും ലഭ്യമാക്കിയിട്ടുണ്ട്. തിരുവേഗപ്പുറയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ വിശദമായ പരിശോധനയ്ക്കൊരുങ്ങി വനം വകുപ്പ്. 3 ഇടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. MLAയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗവും ചേർന്നു. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ കൈപ്പുറം, നെടുങ്ങോട്ടൂർ ഭാഗങ്ങളിലാണ് പുലിയെ കണ്ടുവെന്ന അഭ്യൂഹം പറന്നത്. 2 തവണ പുലിയെ കണ്ടുവെന്നുള്ള അഭ്യൂഹങ്ങൾ പറന്നതോടെ ജനങ്ങളുടെ ഭീതി വർദ്ധിച്ചു. ജനങ്ങളുടെ ഭീതി അകറ്റാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പഞ്ചായത്തിൽ മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നത്. പ്രത്യക്ഷത്തിൽ പുലിയുടെ സാന്നിധ്യമില്ലെന്നാണ് വനംവകുപ്പ് അധികൃതരുടെ നിഗമനം. എന്നാൽ ജനങ്ങളുടെ ഭീതി അകറ്റാനായി പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനാണ് യോഗത്തിൽ ധാരണയായത്. ക്യാമറയിൽ പുലിയോ മറ്റ് ജീവികളോ അകപ്പെട്ടാൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടൊപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തുമെന്നും യോഗത്തിന് ശേഷം മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഈ ആശങ്ക അകറ്റാൻ ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ സെർച്ച് നടത്തുമ്പോൾ ജനങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും തടിച്ചുകൂടി വലിയ രീതിയിൽ അവിടെ ഒരു സിറ്റുവേഷൻ പാനിക്കാക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവരുത്. അവർ സെർച്ച് ചെയ്ത് ക്യാമറയുണ്ട്, അതിൽ പതിയുകയാണെങ്കിൽ അടുത്ത ഫർദർ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും.
അത് പിന്നെ ആ ആശങ്ക അകറ്റി അത് പുലി ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് പിടിക്കാനുള്ള അല്ലെങ്കിൽ വേറെ എന്താണ് ഈ കണ്ടത് എന്നുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും കൂടി അത് ഈ സെർച്ചിനെ ഒരു ബുദ്ധിമുട്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ DFO, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എല്ലാവരും ഈ കാര്യത്തിൽ അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്കുണ്ട് എന്നുള്ള നിരക്ക് പിന്നെ പേടിച്ചുകൊണ്ട് ഇരിക്കുക അല്ലെങ്കിൽ അമിതമായ ആശങ്കയിലേക്ക് പോകുക എന്നുള്ളതുമല്ല, എന്നാൽ ഇല്ല എന്ന് കരുതിയിട്ട് തീരെ ശ്രദ്ധിക്കാതെ പോവുക എന്നുള്ളതുമല്ല ഇതിന്റെ ഉദ്ദേശം. നമുക്ക് ആശങ്ക മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. കുട്ടികൾ അതുപോലെ ആളുകളൊക്കെ തന്നെ ഒരു ജാഗ്രതയോടുകൂടി പോവുക. അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമം ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ നടത്തും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കുകയാണെങ്കിൽ ക്യാമറയിൽ പെടുകയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് പിന്നെ നേരിട്ട് പോകുന്ന സമയത്ത് അതിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഫർദറായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ആലോചിക്കും എന്നുള്ള കാര്യം. രണ്ടിടങ്ങളിലാണ് പുലിയെ കണ്ടുവെന്ന് പറയുന്നത്. ഒരിടത്ത് ചില ജീവിയുടെ കാൽപ്പാടുകളും പതിഞ്ഞിട്ടുണ്ട്. ഇവിടെ അടക്കം 3 ഇടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. യോഗത്തിന് ശേഷം 3 ഇടങ്ങളിലും ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പുലിയെ കണ്ടുവെന്ന് പറയുന്നത്. ഈ പ്രദേശങ്ങളിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് അറിയിച്ചു. നമ്മളുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സെർച്ച് ഉണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളുടെ കുറ്റിക്കാടുകൾ നീക്കം ചെയ്യുന്നതിന് ഗ്രാമപഞ്ചായത്തിന് മുമ്പേ തീരുമാനിച്ച് വ്യക്തികളെ അറിയിച്ചതാണ്. പക്ഷെ ചില സ്ഥലങ്ങളിലെങ്കിലും അത് പൂർണ്ണമായും നടക്കാത്തത് കാരണം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് അടുത്തൊരു 3 ദിവസത്തിനകം പരിപൂർണമായും കുറ്റിക്കാടുകൾ അതാത് വ്യക്തികൾ വെട്ടിത്തെളിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. കാരണം അത് നിലവിൽ ആശങ്കകൾ വേണ്ടെന്നും വിശദമായ പരിശോധന തന്നെ വനം വകുപ്പ് നടത്തുന്നുണ്ടെന്നും റേഞ്ച് ഓഫീസർ ബിനീഷ് കുമാർ വ്യക്തമാക്കി. മനുഷ്യനെ മണം പിടിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു തടസ്സം മുൻപിൽ ഉണ്ടായതുകൊണ്ടാണ്. ആ തടസ്സമാണ് ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ച തർക്ക വിഷയത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായ ഈ കുറ്റിക്കാടുകൾ. അപ്പോൾ ഈ കുറ്റിക്കാടുകൾ സ്വകാര്യ സ്ഥലത്ത് വളരാൻ അനുവദിച്ച ആ സ്ഥലത്തിന്റെ ഉടമസ്ഥയ്ക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്ന് വിചാരിച്ച് കാട് മുഴുവൻ തെളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അടിയന്തര ഘട്ടം വന്നാൽ നമ്മൾ അത് അങ്ങനെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവനെ തൃണവൽക്കരിച്ച് ഞങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങൾ മാത്രം ഫോറസ്റ്റുകാർ മാത്രം പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു തെരച്ചിലിന് പോവുകയാണ്. ഞങ്ങളുടെ ആ ശ്രമത്തെ നിങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ ആത്മാർത്ഥതയെ തിരിച്ചറിയണമെന്നും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM റഷീദ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് വൈകുന്നേരം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു. മണ്ണാർക്കാട് കോട്ടോപ്പാടം കുന്തിപ്പാടം ജനവാസ മേഖലയിൽ ഹനുമാൻ കുരങ്ങിന്റെ അസ്ഥികൂടം കണ്ടെത്തി. പുലി പിടിച്ചതാണെന്ന് വനം വകുപ്പ്. സമീപത്തു നിന്ന് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. മാംസം മുഴുവൻ ഭക്ഷിച്ച നിലയിൽ ചൊവ്വാഴ്ച രാവിലെയാണ് കുന്തിപ്പാടത്ത് കുരങ്ങിന്റെ അസ്ഥികൂടം കണ്ടെത്തിയത്. വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ അസ്ഥികൂടം കണ്ടെത്തിയതിന്റെ 20 മീറ്റർ മാറി പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ പുലി സാന്നിധ്യം കണ്ടെത്തിയതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. 2 ആഴ്ച മുമ്പ് ഇവിടെ പുലിയെ കണ്ടതായി പ്രദേശവാസി പറഞ്ഞു. 2 മണിക്ക് ടാപ്പിങ്ങിന് പോകുമ്പോൾ അവശിഷ്ടം ഇവിടെ ഇല്ല. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അത് ഇവിടെ വന്നിരിക്കണേ, സാധനം അവശിഷ്ടം വന്നിരിക്കണേ. ഞാൻ തിരിച്ചു വരുമ്പോൾ ഉണ്ട്. തിരിച്ചു വന്നത് 6 മണിക്കാണ്. 6 മണിക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ അത് ആദ്യം കരുതിയത് എന്താ, എന്തിൻ്റെ അവശിഷ്ടം കിടക്കുകയെന്ന് കരുതിയത്, പട്ടിയുടെ എന്തിൻ്റെയോ. ഇപ്പോൾ നോക്കുമ്പോഴാണ് അത് കുരങ്ങിൻ്റെ എന്ന് മനസ്സിലായി. പുലീനെ ഇതിൻ്റെ മുന്നേ ഇവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഫോറസ്റ്റിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇവിടെ 2-3 പേര് കണ്ടതായി. ഞാൻ കണ്ടിട്ടില്ല, അവർ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. അവരിപ്പോൾ കണ്ടിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. മുമ്പ് ഈ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ കോഴിക്കൂട്ടിൽ കുടുങ്ങിയ പുലി ചത്തിരുന്നു. നിരന്തരം പുലി സാന്നിധ്യം അനുഭവപ്പെടുന്ന മേഖലയാണ് ഇത്. അട്ടപ്പാടിയിലേക്ക് വിൽപ്പനയ്ക്കായി കാറിൽ ഒളിപ്പിച്ചു കടത്തിയ 45 ലിറ്റർ വിദേശ മദ്യശേഖരവുമായി അറസ്റ്റിലായിരുന്ന ദമ്പതികൾ റിമാൻഡിൽ. അട്ടപ്പാടി അഗളി ചിറ്റൂർ കോട്ടമല താഴമടത്തിൽ പ്രതീഷ്, ഭാര്യ മീന എന്നിവരെയാണ് മണ്ണാർക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ B വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച വൈകിട്ട് കാഞ്ഞിരത്താണ് സംഭവം. പാലക്കാട് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുരേഷിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. പള്ളിപ്പടിയിൽ നിന്ന് കനാൽമുക്ക് റോഡിലേക്ക് തിരിഞ്ഞ വാഹനത്തെ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് കാറിൽ മദ്യശേഖരം കണ്ടെത്തിയത്. ബാഗിലും ചെറിയ
കാർഡ്ബോർഡ് പെട്ടികളിലുമായാണ് സൂക്ഷിച്ചിരുന്നത്. വിദേശ മദ്യവിൽപ്പനശാലയുടെ കേന്ദ്രങ്ങൾ വഴി വാങ്ങിയതാണ് മദ്യമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്വന്തം കാറിലാണ് ദമ്പതിമാർ മദ്യം കടത്തിയിരുന്നത്. ആഴ്ചയിൽ 2-3 തവണ ഇവർ സമാന രീതിയിൽ ബീവറേജ് ഔട്ട്ലെറ്റുകൾ വഴി മദ്യം വാങ്ങി അട്ടപ്പാടിയിലേക്ക് കടത്തുന്നുണ്ടെന്നും വിവരം ലഭിച്ചിരുന്നു. തുടർന്നുള്ള നിരീക്ഷണത്തിലാണ് ഇവർ പിടിയിലാകുന്നത്. പ്രതീഷ് മുമ്പും മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിൽ സമാനമായ കേസിൽ പ്രതിയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രിവന്റീവ് ഓഫീസർ രംഗൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിബിൻ ദാസ്, ലിസി PK, അശ്വന്ത്, മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരായ ഷഹീദ് T. വിഷ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഭക്തിയിൽ ആറാടിച്ച് കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ വലിയ ആറാട്ട് വൈകിട്ട് ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പും കാളകളുടെയും തേരുകളുടെയും വരവും നാടൻ കലാരൂപങ്ങളും ഉത്സവ കാഴ്ചയായി. ബുധനാഴ്ച പൂരം ആഘോഷിക്കും. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ UDF ഭരണസമിതിയുടെ ജനവഞ്ചനയ്ക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി CPM തച്ചനാട്ടുകര ലോക്കൽ കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N. രാമകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തച്ചനാട്ടുകരയിൽ കോൺഗ്രസ് പാർട്ടിക്ക് തന്റെ ഇടമില്ലെന്ന് N. രാമകൃഷ്ണൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുവദിച്ച ചോളോട് റോഡിലേക്കുള്ള ഭാരപരിധി ബോർഡ് ഉടൻ സ്ഥാപിക്കുക, നന്നങ്ങാടിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക, കരിങ്കലത്താണി തേക്കിൻതൊടി റോഡ് നിവാസികളുടെ റോഡും കുടിവെള്ളവും തടയുന്ന സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയുള്ള ഒത്താശ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നേതാക്കളും പ്രവർത്തകരും ഏറെ നേരം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. പഞ്ചായത്തിലെ പ്രസിഡന്റ് അഴിമതി വീര പ്രസിഡന്റ് കൊള്ളക്കാർക്കും കള്ളന്മാർക്കും നാടിനെ വിറ്റ് തുലയ്ക്കുന്നവരെ. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N. രാമകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മനസ്സിലാക്കിക്കോ, തച്ചനാട്ടുകര പഞ്ചായത്ത് ആന എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. മുസ്ലിം ലീഗ് അത് ചോർന്നു പോയിക്കൊണ്ടിരിക്കുക, അത് തിരിച്ചറിയണം. എന്താ സ്ഥിതി? ഭരണസമിതിയിലുള്ള കോൺഗ്രസ് എന്ന സമരം ചെയ്യുന്നു. എന്തുകൊണ്ടാ ആ സ്ഥിതിയിലേക്ക് എത്തി? അപ്പൊ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണം എത്ര ഉണ്ടെന്ന് അന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണുള്ളത്. ആ ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള ആളുകളാണ് സമരത്തിലേക്ക് വരുന്നത്. ഇപ്പൊ അത് ഏറ്റവും കൂടുതൽ 2 മഹാഭാവങ്ങളായിട്ടുള്ള 2 ആളെ ബലി കഴിച്ചുകൊണ്ട് ഇപ്പൊ അത് അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ് അവര്. ആദ്യം സമരം തീരുമാനിച്ചു. ഒരു 10-15 ആൾ ആ പടിഞ്ഞാറപ്പാലോട് മുക്കില് കൊടിയും പിടിച്ച് നിന്നു. അപ്പൊ ലീഗ് കണ്ണുകെട്ടി കാണിച്ചു. എന്താണ്? നിങ്ങൾ പഞ്ചായത്തിലേക്ക് സമരം ചെയ്താൽ നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് നാളെ പഠിക്ക പുറത്ത്. അതാണ് കണ്ണുകെട്ടിയ ലീഗ്. ആ കണ്ണുകെട്ടിൽ ഇവിടുത്തെ നാണം കെട്ട കോൺഗ്രസ് വീണുപോയി. തന്റെ അടുത്തോടെ സമരം ചെയ്യാൻ കഴിയുള്ള കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പോയി പണി നോക്കാൻ പറയണം. CPM ഏരിയ കമ്മിറ്റി അംഗം K. ചന്ദ്രൻ അധ്യക്ഷനായി. നന്നങ്ങാടിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം EM നവാസ് പറഞ്ഞു. സെക്രട്ടറിയും പ്രസിഡന്റും കൂടി അവിടെ അദാലത്തിൽ പങ്കെടുത്തു. ഒറ്റ നന്നങ്ങാടിക്കുന്നിലെ പ്രതിഷേധത്തിൽപ്പെട്ട ഒരു മനുഷ്യരെ പോലും അറിയിക്കാതെ അവരവിടെ പ്രതിഷേധത്തിൽ അവിടെ മന്ത്രിയുടെ മുമ്പിൽ MP രാജേഷ് മന്ത്രിയുടെ മുമ്പിൽ അവർ അദാലത്തിൽ പങ്കെടുക്കുകയാണ്. സ്വാഭാവികമായിട്ട് മന്ത്രിക്ക് ഇവിടെ നന്നങ്ങാടിക്കുന്നിലെ ആളുകളുടെ പ്രയാസം ഒന്നും അറിയില്ല. അവർ ഫയലുകൾ നോക്കും, ഇത് ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഫയൽ നോട്ട് എഴുതുക. എന്നാൽ അവിടെ ഈ വിഷയങ്ങൾ ജനങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കേണ്ട പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മൂകസാക്ഷിയായി അവിടെ ഇരുന്നു. ഈ നന്നങ്ങാടിക്കുന്നിലെ പ്രദേശവാസികൾക്ക് വേണ്ടി ഒന്നും പറയാതെ അവിടെ ഇരുന്നു. പ്രസിഡന്റ് പറയാൻ ഞാൻ ഒരുപാട് ഒച്ചത്തിൽ സംസാരിച്ചിട്ടുണ്ട്, മന്ത്രിയോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, കയർത്ത് സംസാരിച്ചിട്ടുണ്ട്. മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അറിയാത്ത ആളൊന്നുമല്ല, പ്രതികരിക്കാൻ
പ്രതികരിക്കാൻ അറിയാത്ത ആളുമല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു A4 ചോദിച്ചതിന്റെ പേരിൽ, അവർ കൊടുക്കാത്തതിന്റെ പേരിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി ഈ സോഷ്യൽ മീഡിയയിൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയ പ്രസിഡന്റാണ് നിങ്ങൾ. അതുകൊണ്ട് പ്രതികരിക്കാൻ അറിയാത്ത ആളല്ല നിങ്ങൾ, പ്രതിഷേധിക്കാൻ അറിയാത്ത ആളുമല്ല നിങ്ങൾ. ആ ഒരു A4ന്റെ വിലയെങ്കിലും തന്നങ്ങാടിക്കുന്നിലെ ഈ പ്രദേശവാസികളോട് നിങ്ങൾ കാണിച്ചില്ല എന്ന് ഞങ്ങൾ പറയാൻ വേണ്ടി കഴിയും. ചോളോട് റോഡിൽ ഭാരപരിധി ബോർഡ് സ്ഥാപിക്കുന്നതുവരെ പോരാടുമെന്ന് ലോക്കൽ കമ്മിറ്റി അംഗം റഷീദ് തച്ചനാട്ടുകര പറഞ്ഞു. യൂത്ത് ലീഗ് നടത്തിയ വാർത്താ സമ്മേളനത്തിനെയും റഷീദ് വിമർശിച്ചു. സംബന്ധിച്ച് ഇവിടുത്തെ ഭാരപരിധി ബോർഡുമായി സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ ഒരു യൂത്ത് ലീഗ് നേതാവ് പോലും ആ പത്രസമ്മേളനത്തിൽ ഒരു വാക്ക് പോലും ഉദ്ധരിച്ചിട്ടില്ല. പ്രസ് കോൺഫറൻസ് കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട മണ്ണാർക്കാട് മാധ്യമ പ്രവർത്തകർ എന്നോട് വിളിച്ചു. CPM-ന്റെ അഭിപ്രായം, CPM-ന്റെ നിലപാടില്ലേ? ഞാൻ അവിടുത്തെ മണ്ണാർക്കാട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു, 18-ാം തീയതി CPI-ന്റെ നേതൃത്വത്തിൽ ധർമ്മ നടക്കുന്നുണ്ട്. സുവ്യക്തമായ നിലപാട്, കൃത്യതയാർന്ന നിലപാട് നമ്മൾ സ്വീകരിക്കും. ഇതാ ഈ ധർമ്മയിൽ വെച്ചുകൊണ്ട് CPI-ന്റെ നിലപാട് സ്വീകരിക്കുമ്പോൾ ചോളോട് പ്രദേശത്തെ ആ പ്രദേശത്തെ ഭാരപരിധിയുടെ ബോർഡ് വെക്കുക തന്നെ വേണം. അവസാന നിമിഷം വരെ ഞങ്ങൾ അതിനു വേണ്ടി പോരാടുക തന്നെ ചെയ്യും. ചോളോട്ടുകാരൻ ഞങ്ങൾ ചേർത്ത് പിടിക്കും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഗ്രാമപഞ്ചായത്ത് അംഗം പി രാധാകൃഷ്ണൻ, തച്ചനാട്ടുകര ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ രാമചന്ദ്രൻ, പി ഷഹീർ അലി, CP സൈദലവി തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി CPM ഈ മാസം 25-ന് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കും. പ്രചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ഏരിയയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ദുരിതാശ്വാസ ഫണ്ട് അനുവദിക്കാതിരിക്കൽ, ബഡ്ജറ്റിൽ കേരളത്തിന് പ്രത്യേക പദ്ധതികൾ നൽകാതിരിക്കൽ തുടങ്ങിയവയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇക്കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുന്നതിന് വേണ്ടിയാണ് CPM പ്രചരണവുമായി രംഗത്ത് വരുന്നത്. ഫെബ്രുവരി 25-ന് പാലക്കാട് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ ഉപരോധമുണ്ട്. പ്രചരണാർത്ഥമായി CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏരിയയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഫെബ്രുവരി 19-ന് വൈകിട്ട് 6-ന് വാടാനാംകുറിശ്ശിയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ CPM സംസ്ഥാന കമ്മിറ്റി അംഗം KS അലീഗ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള 4 ദിവസങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. 23-ന് വൈകിട്ട് തൃത്താലക്കൊപ്പത്ത് ജാഥ സമാപിക്കും. ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ നയിക്കുന്ന ജാഥയിൽ സുബൈദ ഇസഹാഖ് വൈസ് ക്യാപ്റ്റനും AV സുരേഷ് മാനേജറുമായിരിക്കുമെന്ന് ഏരിയ നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായിക്കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ ഉപരോധിക്കുകയാണ് ഈ മാസം 25-ാം തീയതി. ഇതിന്റെ ഭാഗമായി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധമാണ് 25-ന് നടക്കുന്നത്. ഈ വിഷയം ചെറിയ വിഷയമല്ല. ഇത് CPM-ഓ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നതല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ദോഷകരമായ തീരുമാനമാണ് കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ടാകുന്നത്. പദ്ധതി വിഹിതം തുടർച്ചയായിട്ട് വെട്ടിച്ചുരുക്കുന്നു. നമ്മൾ ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി വിഹിതം ഇങ്ങോട്ട് തരുന്നേയില്ല. പ്രകൃതി ദുരന്തത്തോട് പോലും ക്രൂരത കാണിക്കുന്നു. ഒരു സഹായവും ചെയ്യുന്നില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ ബജറ്റ് വന്നപ്പോൾ ആ ബജറ്റിൽ കേരളം എന്ന 3 അക്ഷരം പോലും ചേർത്തില്ല. ഒരു സഹായവും ഗവൺമെന്റ് ചെയ്തില്ല. ഇതേക്കുറിച്ച് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. കേരളം പിറകിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് എഴുതി കൊടുത്താൽ സഹായം ചെയ്യാമെന്ന്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തോട് ഈ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ കാണുന്നത് എന്നുള്ളത് വ്യക്തമാണ് ആ പ്രതികരണത്തോടു കൂടി. വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശങ്കരൻകുട്ടി, U അജയകുമാർ എന്നിവർ പങ്കെടുത്തു. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണൂർ കൈമക്കുന്നത്ത് കാവിലെ ട്രസ്റ്റി ബോർഡിനെ കുറിച്ച് ഉയർന്ന കുപ്രചാരണം തള്ളിക്കളയണമെന്ന് ഭാരവാഹികൾ. കോമരത്തിനെതിരായ നടപടിക്ക് പിന്നാലെ ചില കൂട്ടായ്മകൾ നടത്തുന്ന പ്രചാരണങ്ങൾക്കെതിരെയായിരുന്നു ഒറ്റപ്പാലത്ത് ട്രസ്റ്റി ബോർഡിന്റെ വാർത്താ സമ്മേളനം.
മുഴുവൻ സമയ ജീവനക്കാരനായ വെളിച്ചപ്പാടിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില അച്ചടക്ക ലംഘനങ്ങളുടെ പേരിലായിരുന്നു നടപടിയെന്നു ട്രസ്റ്റി ബോർഡ് ഭാരവാഹികൾ വിശദീകരിച്ചു. ഇതിന് പിന്നാലെ രൂപീകരിക്കപ്പെട്ട കൂട്ടായ്മ അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും നിയമപരമായി നേരിടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡിന്റെ മാർഗരേഖകൾ പാലിച്ചു എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മേൽനോട്ടത്തിൽ സുതാര്യമായാണ് ക്ഷേത്രഭരണമെന്നും ഇവർ വിശദീകരിച്ചു. മാർച്ച് 25-ന് കൂത്തുതാലപ്പൊലി ഉത്സവത്തിന് ഭക്തരുടെ പൂർണ്ണ പിന്തുണ വേണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വെളിച്ചപ്പാട് ജീവനക്കാരനായിട്ട് തുടരുന്നുണ്ട്. അദ്ദേഹം 2016 കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ട് ക്ഷേത്രം വെളിച്ചപ്പാട് തസ്തിക സ്ഥിരീകരിച്ച് എന്നെ ശമ്പളക്കാരനുമാണ് ആക്കണമെന്ന് ആവശ്യപ്പെട്ട് ട്രസ്റ്റി ബോർഡിന് മലബാർ ദേവസ്വം ബോർഡിന് കത്ത് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഇടപെട്ട് കോടതി മുഖേന പോസ്റ്റ് അംഗീകരിച്ചു കൊടുത്തു അന്നത്തെ ട്രസ്റ്റി ബോർഡ്. ആ പോസ്റ്റ് അംഗീകരിച്ചതിന് ശേഷം ആളെ പാർട്ട് ടൈമായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. പാർട്ട് ടൈം ആയതിനു ശേഷം അദ്ദേഹം ഫുൾ ടൈമായിട്ട് ജോലി ചെയ്യണം എന്ന് ആക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു. 19 ഇതിന് മുന്നോടിയായിട്ട് അദ്ദേഹം തുടരെ വീഴ്ചകൾ വരുത്തിയതിൻ്റെ ഭാഗമായിട്ട് 2019 സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം അന്നും കുറേ പേരുടെ പിന്നെ ശുപാർശ പ്രകാരം തിരിച്ചെടുത്തു. മേലിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായും വ്യക്തമായും ചെയ്തു കൊള്ളാമെന്ന് ട്രസ്റ്റി ബോർഡ് മുമ്പാകെ ക്ഷമാപണം നടത്തി ക്ഷേത്രം തന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരിച്ചു. ഈ ഇടക്കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വെളിച്ചപ്പാടിനെ സംബന്ധിച്ചിട്ടുള്ള ഈ പിന്നെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിവരുന്ന കോടതി നടപടികൾക്ക് വിധേയമായി നടന്നുകൊണ്ടിരിക്കുന്ന ജീവനക്കാരനെന്ന വെളിച്ചപ്പാടിൻ്റെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭക്തരുടെ ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പിന്നെ മേലിൽ ഉത്സവാഘോഷങ്ങൾ നടത്തുന്നതിന് ദേശവേലാഘോഷ കമ്മിറ്റികളായിട്ട് ഈ വരുന്ന 22-ാം തീയതി സമയം കൊടുത്തിട്ട് ഫെബ്രുവരി 22 വരെ ക്ഷേത്രത്തിൽ വന്ന് രജിസ്റ്റർ ചെയ്യാനും കൂട്ടുകാരുപരി ഭംഗിയായി നടത്താനും അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സർക്കാർ അനുവദിക്കുന്ന പിന്നെ രാത്രികാലങ്ങളിലുള്ള സമയക്രമം അത് ചൊല്ലിയിട്ടുള്ള അത് കണ്ട് മറ്റുള്ള ദേവസ്വങ്ങളിലൊക്കെ നടക്കുന്നു, ഇവിടെ മാത്രം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള അത് സർക്കാർ തലത്തിൽ നിന്ന് അനുവദിക്കുന്ന പക്ഷം ക്ഷേത്രം ട്രസ്റ്റി ബോർഡിനോ ക്ഷേത്രം ആഘോഷ കമ്മിറ്റിയിലോ സെൻട്രൽ കമ്മിറ്റിയിലോ യാതൊരു തടസ്സവാദങ്ങളോ ഒന്നുമില്ല. വളരെ ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ട്രസ്റ്റി കെ രവീന്ദ്രനുണ്ണി, AP രാജകുമാരനുണ്ണി, VK സഞ്ജയ് ചന്ദ്രൻ, PK സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലം ദേശകമ്മിറ്റിയുടെ 7ാം കളരിക്കൂത്ത് ഫെബ്രുവരി 19 ബുധനാഴ്ച നടക്കും. സീരിയൽ താരം ഷാലു മേനോൻ അവതരിപ്പിക്കുന്ന ബാലയടക്കമുള്ള പരിപാടികളും അരങ്ങേറുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടത്തുന്ന കൂത്തിൽ ഒറ്റപ്പാലം ദേശത്തിന്റെ 7ാം കളരിക്കൂത്താണ് ബുധനാഴ്ച നടക്കുന്നത്. ഒറ്റപ്പാലം ദേശക്കൂത്ത് ദിവസം വൈകിട്ട് 6:30-ന് ദേശകമ്മിറ്റി അംഗമായ മോഹൻദാസ് രചന നിർവഹിച്ചതും കുറുവട്ടൂർ അനിൽകുമാർ സംഗീതം നൽകിയതും സിനിമ പിന്നണി ഗായിക ദുർഗ വിശ്വനാഥ് ആലപിച്ച ചിനക്കത്തൂർ അമ്മയുടെ സ്തുതികൾ അടങ്ങിയ ഭക്തിഗാന CD പ്രകാശനം കഥകളി സംഗീതജ്ഞൻ സദനം ഹരികുമാർ നിർവഹിക്കും. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ CD ഏറ്റുവാങ്ങും. 7 മണിക്ക് പ്രശസ്ത സിനിമ സീരിയൽ താരം ഷാലുമേനൻ അവതരിപ്പിക്കുന്ന നാഗവല്ലി മനോഹരി ബാലയും അരങ്ങേറും. തുടർന്ന് മാർച്ച് 6 മുതൽ 7 ദിവസം NSS KPT ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. മാർച്ച് 6-ന് മിഴാവിൽ ഡബിൾ തായമ്പക, 7-ന് കഥകളി, 8-ന് നാടൻപാട്ട്, 9-ന് ഗാനമേള, 10-ന് മോഹിനിയാട്ടം, 11-ന് പാണ്ടിമേളം, നൃത്തസന്ധ്യ, 12-ന് ആട്ടം കലാസമിതിയുടെ മ്യൂസിക് ഫ്യൂഷൻ തുടങ്ങിയ കലാപരിപാടികൾ നടക്കും. മാർച്ച് 11-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസിദ്ധമായ കുതിരയ്ക്ക് തലവെക്കൽ ചടങ്ങ് നടക്കും. പാമ്പാടി രാജനടക്കമുള്ള 5 ഗജവീരന്മാർ ഒറ്റപ്പാലം ദേശത്തിന്റെ തിടമ്പേറ്റും. രാത്രി 7 മുതൽ 10 മണി വരെയാണ് കലാപരിപാടികൾ അരങ്ങേറുകയെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടിലെ പ്രസിദ്ധിയാർജിച്ച ചിനക്കത്തൂർ പൂരം 2025 മാർച്ച് 12, 13 എന്നീ തീയതികളിൽ ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ട് ഒറ്റപ്പാലം ദേശം വിപുലമായ പരിപാടികൾ ആലോചിച്ചു വരുന്നുണ്ട്.
ചുനക്കത്തൂർ ക്ഷേത്രത്തിലെ കൂത്ത് പരിപാടികൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ഏഴാങ്കലരി കൂത്ത് ഒറ്റപ്പാലം ദേശമാണ് നടത്താറുള്ളത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഈ വർഷം പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് വൈകുന്നേരം 7 മണിക്ക് ക്ഷേത്ര മൈതാനത്ത് വെച്ച് ദേശക്കൂത്ത് നടത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ബാലെ നടത്താൻ ഉദ്ദേശിക്കുന്നു. അത് പ്രശസ്ത സിനിമ സീരിയൽ താരമായിട്ടുള്ള ഷാലൂമേനൻ അവതരിപ്പിക്കുന്ന ചങ്ങനാശ്ശേരി ജയകേരള എന്ന കലാസമിതിയുടെ നാഗവല്ലി മനോഹരി എന്ന ബാലയാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിവിധ കലാപരിപാടികൾ മാർച്ച് മാസം 6-ാം തീയതി മുതൽ ഒറ്റപ്പാലം NSSKPT ഹൈസ്കൂളിൽ വെച്ചിട്ട് വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദിവസവും കൃത്യം 7 മണി മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിലാണ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. തൃശ്ശൂർ ബാൻഡ് എന്നാണ് ഇനി പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. മാർച്ച് 11 വൈകുന്നേരം 6 മണിക്ക് കല്ലൂർ ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ 60-ൽ പരം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പാണ്ടിമേളവും അതിനുശേഷം 7:45 ഫാൻസി വെടിക്കെട്ട്, തുടർന്ന് ത്രിപുര ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമി ഒറ്റപ്പാലം അവതരിപ്പിക്കുന്ന നൃത്തസദ്യ ഉണ്ടായിരിക്കുന്നതാണ്. ഒറ്റപ്പാലം ദേശക്കുതിരയ്ക്ക് മാർച്ച് 11 2 മണിക്ക് കുതിരയ്ക്ക് തലവയ്ക്കൽ ചടങ്ങുണ്ടായിരിക്കും. തുടർന്ന് 5 മണി മുതൽ കുതിര എന്ന സങ്കല്പത്തിൽ കുതിരയെ ഭഗവതി തൊഴുക എന്നുള്ള ചടങ്ങും ഉണ്ടായിരിക്കുന്നു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവദാസ്, പ്രസിഡന്റ് കെ കരുണാകരൻ, ട്രഷറർ എസ് ശെൽവൻ, വൈസ് പ്രസിഡന്റുമാരായ എം പ്രഭാനന്ദൻ, പി രവീന്ദ്രൻ, എം കെ വിനോദ് തുടങ്ങിയവരും പങ്കെടുത്തു. പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾ ഇനി പട്ടാമ്പി ടൗണിലേക്ക്. ഇതിന്റെ മുന്നോടിയായി ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള പാതയുടെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് പട്ടാമ്പി ടൗണിലേക്ക് പ്രവൃത്തികൾ കടക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. കൽപ്പകം മുതലാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങിയത്. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ നേരത്തെ കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇത് ഒഴിപ്പിക്കാൻ നോട്ടീസും നൽകിയതാണ്. ഇതിന്റെ ഭാഗമായിട്ടുകൂടിയാണ് ഒഴിപ്പിക്കൽ പ്രവൃത്തികൾ തുടങ്ങിയതെന്ന് ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി പറഞ്ഞു. തഹസിൽദാർ TP കിഷോർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. 75 കോടിയോളം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരണം നടക്കുന്നത്. 1 വർഷത്തിലേറെയായി നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയിട്ട്. നീള IPT റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഓങ്ങല്ലൂർ മുതൽ കൽപ്പക ജംഗ്ഷൻ വരെയുള്ള കയ്യേറ്റം റോഡ് സർവേ പൂർത്തിയായതും കയ്യേറ്റം ഒഴിപ്പിച്ചിട്ടുള്ളതും റോഡിന്റെ പ്രവൃത്തികൾ ഏകദേശം കൽപ്പക ജംഗ്ഷൻ വരെ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഇനി കൽപ്പക ജംഗ്ഷൻ മുതൽ നീള വരേക്കുള്ള റോഡിന്റെ വർക്കാണ് ബാക്കിയുള്ളത്. അതിൽ സർവേ പൂർത്തീകരിച്ചു. അതിൽ ചില ഭാഗങ്ങളിൽ കുറച്ച് കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ആ കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവർ സ്വമേധയാ റോഡിലേക്ക് ഇറക്കിയിട്ടുള്ള കയ്യേറ്റങ്ങൾ ഒഴിയുന്നതിന് സമ്മതിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ആ വർക്കിനോട് ബന്ധപ്പെട്ട് ഇന്ന് കയ്യേറ്റം ഉള്ള ഭാഗത്ത് ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സർവേ പ്രകാരമുള്ള കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുക എന്നത് സർക്കാർ നിലപാടെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. ക്ഷേത്രങ്ങളിലെ വരുമാനം സർക്കാർ ഖജനാവിലേക്കല്ലെന്നും മന്ത്രി. ജലസംരക്ഷണത്തിന്റെ ആവശ്യകത പ്രചരിപ്പിച്ച് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നീർത്തട സംരക്ഷണ യാത്ര. ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ പദ്ധതികൾ നടപ്പാക്കി. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPM ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കും. തിരുവേഗപ്പുറയിൽ പുലിയുടെ സാന്നിധ്യമെന്ന സംശയം. MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. മണ്ണാർക്കാട് കോട്ടേപ്പാടത്ത് ജനവാസ മേഖലയിൽ ഹനുമാൻ കുരങ്ങിന്റെ അസ്ഥികൂടം. പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. ഭക്തിയിൽ ആറാടിച്ച് കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ വലിയ ആറാട്ട്. ബുധനാഴ്ച പൂരം ആഘോഷിക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.